അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. പരമകാരുണ്യനും കരുണാമയനുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം. അള്ളാഹുവിന് മാത്രം. അവൻ സർവ്വലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിഫല ദിനത്തിൻ്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നയിക്കണമേ. നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപിഴച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ. അൽഹംദുലില്ലാഹ്. ഈന്തമരങ്ങൾ ഇടതിങ്ങിയ ശീതള ശാദ്വരങ്ങളിൽ സുഖിക്കുന്ന അല്ലയോ മക്കാദേശമേ, അല്ലയോ പുണ്യഭൂമേ, നിനക്കായി മാത്രം പരമകാരുണികനായിട്ടുള്ള അള്ളാഹു ഉയർത്തിക്കാണിച്ച വീരപുരുഷനാണ് ഉമർ ബിൻ അൽ ഖത്താബ് അഥവാ ഖലീഫ ഉമർ. അബൂ ഉബൈദയും സൈന്യവും കുസുന്നാത്തുഫിൽ അങ്ങനൊരു സ്ഥലം, അവിടെ തമ്പടിച്ചിട്ടുണ്ട്. ശത്രുക്കൾ വരുന്നുള്ള ഒരു ഉറപ്പാണ്. എപ്പോൾ വരും എന്നും സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ട് അവരാണ് താമസിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ മർവാൻ ഷാഹും സംഘവും എത്തി. യൂഫ്രട്ടീസ് നദിയുടെ ഇരു കരകളിലും ഇപ്പോൾ അവരുണ്ട്. മറൂഹ എന്ന് പറഞ്ഞ സ്ഥലത്ത് യൂഫ്രട്ടീസ് നദി ഒഴുകുന്നു. അതിൽ മറൂഹ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് അബൂ ഉബൈദയുടെ സൈന്യവും അപ്പുറത്ത് മർവാൻ ഷാഹും അദ്ദേഹത്തിൻ്റെ സൈന്യവും അവിടെ എത്തി നിലയുറപ്പിച്ചു. രണ്ടുപേർക്കും അപ്പുറത്തും ഇപ്പുറത്തു നിന്ന് കാണാൻ കഴിയും. ഈ ഘട്ടത്തിൽ ഒരു ദൂതൻ അവിടേക്ക് കയറി വന്നു. ഈ നദി മുറിച്ചു കിടന്നിട്ട് വേണമല്ലോ യുദ്ധം ചെയ്യാൻ. നദിയുടെ അപ്പുറത്തിരുന്ന് കല്ലെറിഞ്ഞിട്ടോ അമ്പ ചെയ്തിട്ടൊന്നും കാര്യമില്ലല്ലോ, വലിയ നദിയാണ്. ആയതുകൊണ്ട് തന്നെ നദി മുറിച്ചു കിടക്കണം. നിങ്ങൾ മുറിച്ചു കിടക്കണോ അതോ ഞങ്ങൾ മുറിച്ചു കിടക്കണോ? അത് അന്വേഷിച്ചുകൊണ്ടാണ് ഒരു ദൂതൻ മറുവശത്ത് നിന്ന് അബൂ ഉബൈദയുടെ അടുത്തേക്ക് എത്തിയത്. അപ്പോൾ അവിടെ കൂടിയിട്ടുള്ള ആൾക്കാർ മുഴുവൻ പറഞ്ഞു, മുസ്ലിം സൈന്യത്തിന് ആളുകൾ പറഞ്ഞു, നമുക്കേതായാലും മറുകര പോണ്ട. അതങ്ങോട്ട് കിടക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ക്ഷീണം കൂടി ഉണ്ടാവുമല്ലോ, വേണ്ട. എതിരാളികൾ ഇങ്ങോട്ട് വന്നോട്ടെ, അതാണ് നല്ലതെന്ന് പലരും പറഞ്ഞു. പക്ഷേ അബൂ ഉബൈദയുടെ ചിന്താഗതി മറ്റൊന്നായിരുന്നു. ആദ്യമായിട്ട് അദ്ദേഹത്തിന് അഭിമാനബോധം, അത് അദ്ദേഹത്തെ അനുവദിച്ചില്ല. അവരിങ്ങോട്ട് വന്ന് അത്ര വലിയ ആളുകളാകണ്ട. അവരിങ്ങോട്ട് കയറി വരുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് തല ഉയർത്തി നിന്ന് യുദ്ധം ചെയ്തു എന്നുള്ളൊരു അഹങ്കാരവും അഭിമാനവും അവർക്കായിട്ട് നമ്മൾ പ്രദാനം ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് നമുക്ക് ടൈഗ്രീസ് യൂഫ്രട്ടീസ് മുറിച്ച് നമുക്ക് കിടക്കാം. ഇതാണ് അബൂ ഉബൈദയുടെ തീരുമാനമായത്. അങ്ങനെ അവരിലേക്ക് ചെല്ലുന്ന സമയത്ത് നമുക്ക് ആത്മവിശ്വാസം കൂടും. അതിൻ്റെ ഊർജ്ജസ്വലത ഒരു പടി യുദ്ധവിജയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്തു, കുറച്ചുകൂടി മുന്നേറുകയും ചെയ്യും, യുദ്ധം ചെയ്യാതെ തന്നെ മാനസികമായിട്ട്. പക്ഷേ സലീദ് ബിൻ ഖൈസ്, മുഥന്ന അങ്ങനെയുള്ള ആളുകൾ അവർ ഈ കാര്യത്തെ അവർ അനുകൂലിച്ചില്ല. അത് അപകടമാണ്. അങ്ങോട്ട് പോയിട്ട് യൂഫ്രട്ടീസ് മറികടന്ന് പോയിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ളത്
നല്ല കാര്യമല്ല, അപകടകരമായിട്ടുള്ള കാര്യമാണ്. അതാണ് അവർക്ക് പറയാനുണ്ടായത്. ആയതുകൊണ്ട് തന്നെ ശത്രുസേന ഇങ്ങോട്ട് വരട്ടെ. ഇതാണ് സലീത്ത് ബിൻ ഖൈസും മുഥന്ന തുടങ്ങിയ ആളുകൾ, വലിയ വലിയ ആളുകളാണ് അവർ പറഞ്ഞത്. പക്ഷേ അബൂ ഉബൈദ ഉണ്ടോ വഴങ്ങുന്നു. അങ്ങനെ പിടിച്ച പിടിയിൽ നിന്നു. അവർ പാർസികളാണ്. അവരിങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ അർത്ഥം എന്താ? മുസ്ലിങ്ങൾക്ക് അങ്ങോട്ട് കടന്നു പോകാൻ ഇച്ചിരി ഭയമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഭയമൊന്നുമില്ല. അങ്ങനെ പാർസികളേക്കാൾ മരണഭയം കുറഞ്ഞവരാണ്, അഥവാ മരണഭയം തീരെയില്ലാത്തവരാണ് മുസ്ലിങ്ങൾ എന്ന് തെളിയിക്കാനുള്ള ഈ അവസരം കളഞ്ഞു കുളിക്കുന്നതിലേക്ക് അബൂ ഉബൈദിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ആയതുകൊണ്ട് അദ്ദേഹം അമീറുൽ മുഅ്മിനീൻ ഉമറിൻ്റെ ആജ്ഞ പോലും വിസ്മരിക്കുകയാണ് ചെയ്തത്. സലീത്ത് ബിൻ ഖൈസ് ഇപ്പൊ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ഭീരുത്വമാണെന്ന് പറയാൻ പോലും അദ്ദേഹം മടിച്ചില്ല, ആക്ഷേപിച്ചു. അത് കേട്ട സമയത്ത് സലീത്ത് ബിൻ ഖൈസ് മറുത്തൊന്നും പറഞ്ഞില്ല. അത് പാടില്ലല്ലോ, പാളയത്തിന് പട പാടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളൂ, ഇപ്പോഴും അത് തന്നെ ചിന്തിച്ചുള്ളൂ. അങ്ങനെ നമ്മൾ യൂഫ്രട്ടീസ് അങ്ങോട്ട് കടന്നു പോയിട്ട് യുദ്ധം ചെയ്യുമ്പോൾ അതിൻ്റെ ക്ഷീണവും എല്ലാം കൂടി നമുക്കത് വിപരീതാത്മകമായിട്ട് നമ്മളെ ബാധിക്കില്ലേ എന്നൊരു സംശയം മാത്രമാണ് അല്ലയോ അബൂ ഉബൈദ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. അവസാനം എല്ലാവരും ആ നേതൃത്വത്തിൻ്റെ തീരുമാനം എന്തോ അതാണ് അതിൻ്റെ മര്യാദ, അബൂ ഉബൈദിൻ്റെ തീരുമാനത്തിന് വഴങ്ങുകയാണ് ഉണ്ടായത്. സ്വഹാബികളുമായിട്ട് കൂടിയാലോചിക്കുകയും സലീത്ത് ബിൻ ഖൈസിൻ്റെ അഭിപ്രായങ്ങളെ ആദരിക്കുകയും വേണം എന്ന് ഖലീഫ ഉമറിൻ്റെ നിർദ്ദേശം വിസ്മരിക്കുകയാണ് ചെയ്തത് അബൂ ഉബൈദ്. എന്തൊരു തീരുമാനമെടുക്കുമ്പോഴും ആ തീരുമാനം സ്വഹാബികളോട് ആലോചിച്ചിട്ടേ പാടൂ. അവരുടെ തീരുമാനം, അവരുടെ ഭൂരിപക്ഷ തീരുമാനമായിരിക്കണം തീരുമാനം എന്നായിരുന്നു ഉമർ ഖലീഫ ഇവരെ പറഞ്ഞു വിടുന്ന സമയത്ത് പറഞ്ഞത്. പക്ഷെ ആ നിർദ്ദേശം വിസ്മരിക്കുകയാണ് ചെയ്തത്. ആ നിർദ്ദേശമല്ല അവിടെ നടപ്പാക്കിയത്. ആ ഒരു കാര്യത്തിൽ അബൂ ഉബൈദിനെ പ്രേരിപ്പിച്ച വികാരം എന്തായിരുന്നു ആർക്കും അറിയില്ല. സാധാരണഗതിയിൽ ഖലീഫ ഒരു കാര്യം പറഞ്ഞാൽ അതെന്താണെങ്കിൽ പോലും എവിടേക്ക് എടുത്തു ചാടാൻ പറഞ്ഞാലും എടുത്ത് ചാടുക എന്നുള്ളതാണ്. എന്തിന് ഞാനിത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നത്, അങ്ങനെ ചോദ്യത്തിനുള്ള പ്രസക്തിയില്ല. അങ്ങനെയാണ് തുടർന്നു വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ അതല്ല ചെയ്തത്. എന്തുകൊണ്ടാണ് അബൂ ഉബൈദ് ഇത്രയും ശക്തമായിട്ടുള്ള തീരുമാനം ഖലീഫയുടെ തീരുമാനത്തെ മറികടന്നെടുത്തതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. അറബികൾ യുദ്ധക്കളത്തിൽ ഭീരുക്കളായിരിക്കുമെന്നാണ് തങ്ങളുടെ സൈന്യത്തിൻ്റെ അഭിപ്രായം എന്ന ശത്രുവിൻ്റെ വാചകമായിരിക്കാം ഒരുപക്ഷേ തങ്ങളൊക്കെ ത്യാഗസന്നദ്ധരാണെന്ന് സമർത്ഥിക്കാനുള്ള അമിതാവേശം അദ്ദേഹത്തിൽ ജനിപ്പിച്ചത്. സാധാരണ യുദ്ധമുണ്ടാകുന്ന സമയത്ത് ഇരുപക്ഷക്കാരും ആരോപിക്കുന്നൊരു കാര്യമാണ്, നിങ്ങൾ പേടിത്തൊണ്ടന്മാരാണ്, നിങ്ങളുടെ കണ്ണ് കലങ്ങിയിരിക്കുന്നു, നിങ്ങളുടെ മൂക്ക് ചുമന്നിരിക്കുന്നു, മുടി നിങ്ങൾ കൃത്യമായിട്ട് ഈരിയിട്ടിട്ടില്ല, പാറിപ്പറക്കുന്നു, വസ്ത്രമിട്ടിരിക്കുന്ന പോലും ശരിയായിട്ടുള്ള രൂപത്തിലല്ല, ആയുധം പിടിക്കുമ്പോൾ നിങ്ങളുടെ കൈ വിറയ്ക്കുന്നതായിട്ട് തോന്നുന്നു, നിങ്ങൾക്ക് ഭയമുണ്ട്. ഇത് തന്നെയാണ് തിരിച്ചും പറയാ, അത് നിങ്ങൾക്കാണ് അതൊക്കെ ഉള്ളത്, ഞങ്ങൾക്കല്ല. ഏതായാലും യുദ്ധത്തിൽ ഒന്നിനോ വിജയം അല്ലെങ്കിൽ മരണം, തോൽവി എന്നൊന്നും മുസ്ലിമിനില്ല. ജയിച്ചാൽ സന്തോഷം, മരിച്ചാൽ സ്വർഗം.
വീരസ്വർഗം. ഈ രീതിയിൽ ഞങ്ങൾ ത്യാഗസന്നദ്ധനാണ് സമർത്ഥിക്കണം. അത് അദ്ദേഹത്തിനൊരു അമിതാവേശമുണ്ടാക്കി. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ആന്തരികമായിട്ടുള്ള ആ അമിതാവേശത്തിൻ്റെ പേരിലാണ് യൂഫ്രട്ടീസ് മുറിച്ച് അങ്ങോട്ട് കടന്ന് യുദ്ധം ചെയ്യാനുള്ള തീരുമാനത്തിൽ അബൂ ഉബൈദയെ കൊണ്ടുചെന്നെത്തിച്ചത്. സൈന്യത്തിൽ മുസ്ലിം മുജാഹിദുകൾ ഒന്നല്ല രണ്ടല്ല 10,000-ഓളമുണ്ട്. അവർക്കൊന്ന് ഒതുങ്ങി നിൽക്കാനുള്ള സ്ഥലം പോലും യൂഫ്രട്ടീസിൻ്റെ മറുകരയിൽ ഇപ്പോഴില്ല. സ്വൈരമായിട്ട് അവരുടെ വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങളും അവിടെയില്ല. അവിടെ ഉണ്ടായിരുന്ന തോണികൾ നിരത്തി പാലം സൃഷ്ടിച്ചിട്ടാണ് ഇവരൊക്കെ അക്കരയ്ക്ക് എത്തിയത്. സൗകര്യപ്രദമായിട്ട് സൈന്യത്തെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് നിർത്താനോ സൈന്യങ്ങളെ വേണ്ടുന്ന രീതിയിൽ നയിക്കാനോ അതിനുള്ള സൗകര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ശത്രുക്കൾ നിസ്സാരക്കാരല്ല. അവർക്ക് എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ എന്തൊക്കെ വേണമോ ഒരു യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ എന്തെല്ലാം രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകണമോ അതെല്ലാം അവർക്കുണ്ടായിരുന്നു. അവരുടെ പ്രകടനം തന്നെ ഭീതി ജനിപ്പിക്കുന്ന രീതിയിലായിരുന്നു. അവരെ മല്ലന്മാർ മുമ്പിൽ നിന്ന് ആക്രോശിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കയ്യിന്മേലുള്ള ഉരുക്ക് പേശികൾ അത് ഉയർത്തി കാണിക്കുന്നുണ്ടായിരുന്നു. അതിന് ഭീമാകാരന്മാരായിട്ടുള്ള കരിവീരന്മാർ ആനകൾ അവയുടെ കഴുത്തിൽ കെട്ടിത്തൂക്കിയ മണികൾ കിടന്നിങ്ങനെ അടിക്കുന്നുണ്ട്. അത് തന്നെ ഭയപ്പെടുത്തുന്ന ശബ്ദമാണ് പുറപ്പെടുവിച്ചിരുന്നത്. ഇരുമ്പ് കൊണ്ട് ജീനുകളിട്ട കുതിരകൾ വേണ്ടത്ര. അവയുടെ മുകളിൽ പുലിത്തോല് കൊണ്ടുണ്ടാക്കിയ തൊപ്പി ധരിച്ച് സൈനികന്മാർ. ഇതൊക്കെയും കണ്ട സമയത്ത് അറബി കുതിരകൾ ഇതെല്ലാം കണ്ടപ്പോൾ അവർ ഭയന്ന് വിറച്ചുപോയി. വാസ്തവത്തിൽ ഇതൊന്നും അറബി കുതിരകൾ കണ്ടിട്ടില്ല. കാണാത്തൊരു കാര്യം കണ്ട സമയത്ത് അവർക്ക് ഭയമായി. അതിൽ കുറേ കുതിരകൾ നിന്നെടുത്ത് തന്നെ നിലവിളിക്കാൻ തുടങ്ങി. ചിലത് പിന്തിരിഞ്ഞ് ഓടുകയും ചെയ്തു. പിന്തിരിഞ്ഞ് ഓടുന്നത് എവിടേക്കാണ്? പലപ്പോഴും പുഴയിൽ ചെന്ന് പതിക്കുകയാണ് ഉണ്ടായത്. അബൂ ഉബൈദ് ഈ സമയത്ത് കാര്യങ്ങൾ പന്തിയല്ല എന്ന് കണ്ട സമയത്ത് കുതിരപ്പുറത്ത് നിന്നിറങ്ങി ചാടി ഇറങ്ങിയിട്ട് അത്യുച്ചത്തിൽ അലറി വിളിച്ചു. മരണഭയമില്ലാത്ത മുസ്ലിം ഭടന്മാരെ, ആനകളെ നടുവിലാക്കിയിട്ട് അവയുടെ മുകളിലുള്ള കൂടാരങ്ങൾ നിങ്ങൾ വലിച്ചു പിടിച്ച് താഴ്ത്തിക്കിട്. എല്ലാവരും കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി. കൂടാരങ്ങളുടെ കയറുകൾ വക്കിയും വെട്ടി കറുത്തു. ആനപ്പുറത്തുണ്ടായിരുന്ന ആളുകൾ മുഴുവൻ തേക്കെടുക്കുന്നു. കൈയും കാലും ഒടിഞ്ഞ് ഭൂമിയിൽ വന്ന് വീണു. എങ്കിലും ആനകളുടെ പരാക്രമം നിലച്ചില്ല. ആനകളുടെ പരാക്രമം കാരണം കൊണ്ട് അണികൾ ഛിന്ന ഭിന്നമായി. ഈ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഈ ദുരന്തങ്ങൾ കണ്ട സമയത്ത് വല്ലാതെ വിഷമിച്ചു പോയി അബൂ ഉബൈദും. അദ്ദേഹം രണ്ടും കേൾപ്പിച്ച് ഒരു സാഹസത്തിന് മുതിർന്നു. മുമ്പിലുണ്ടാകുന്നൊരു വെള്ളാനയുണ്ട്. വെള്ളാനയായിട്ടുള്ള ഗജനാസ അടുത്തുള്ളവരെല്ലാം തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റി എറിയുകയാണ്. ഇത് കണ്ട് സഹിക്കാൻ കഴിയാതെ ഓടിച്ചെന്ന് ഒരൊറ്റ വെട്ടിന് തുമ്പിക്കൈ രണ്ടാക്കി മാറ്റി. തുമ്പിക്കൈയിൽ മുറിവേറ്റ സമയത്ത് ആ ഗജവീരൻ ഭ്രാന്തളകിയ പോലെ
അദ്ദേഹം അബൂ ഉബൈദയെ തട്ടിത്തെറിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ തന്നെ കാല് വെച്ച് ചവിട്ടി അരച്ചു. അതോടെ അന്ത്യശ്വാസം വലിച്ചു. അന്ത്യശ്വാസം വലിച്ചു കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ വീരകേസരിയുടെ കരങ്ങളിൽ നിന്ന് സഹോദരനായിട്ടുള്ള ഹക്കം അദ്ദേഹം ആ കൊടി കയ്യിലെടുത്തു. അദ്ദേഹത്തെ ഈ ആന കയറി പിടിച്ചു. ആ ആന ചതച്ചരച്ചു. പിന്നീട് പതാകയെടുത്ത് പോകാൻ നിന്ന 7 പേരെയും ആ ആന തന്നെ കാലപുരിക്ക് അയച്ചു. താൻ മരിച്ചു കഴിഞ്ഞാൽ പതാക പിടിക്കണമെന്ന് പറഞ്ഞുറപ്പിച്ചിരുന്ന ആളുകൾ മുഴുവൻ അവർ തഖീഫ് ഗോത്രക്കാരായിരുന്നു. അബൂ ഉബൈദിൻ്റെ ഉറ്റ ബന്ധുക്കളുമായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രക്തസാക്ഷിത്വത്തിൻ്റെ ആ ഒരു പാനപാത്രം അത് സ്വയം ഏറ്റുവാങ്ങിയത്. അത് ഏറ്റുവാങ്ങിയതും ബന്ധുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചതും. മുന്നണിയിലായിരിക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ധൂമ അവരൊരു സ്വപ്നം കാണുകയുണ്ടായി. ആകാശത്ത് നിന്ന് വെള്ള വസ്ത്രമണിഞ്ഞ് ഒരു ദിവ്യ പുരുഷൻ ഇറങ്ങി വരുന്നു. കയ്യിലൊരു പാനപാത്രമുണ്ട്. അതിൽ സ്വർഗത്തിലെ പാനീയമാണുള്ളത്. അബൂ ഉബൈദും 7 ആളുകളും അതിൽ നിന്ന് ആവോളം കുടിച്ചു. ഈ ഒരു സ്വപ്നം, താൻ കണ്ട സ്വപ്നം അബൂ ഉബൈദിൻ്റെ ഭാര്യയായിട്ടുള്ള ധൂമ ഭർത്താവിനെ അറിയിച്ചിരുന്നു. അത് രക്തസാക്ഷിത്വത്തിൻ്റെ ചഷകമാണ് എന്നാണ് ധൂമയോട് മറുപടി പറഞ്ഞത്. മരിക്കേണ്ടുന്ന 7 ആളുകളുടെ ക്രമാനുസൃതമായിട്ടുള്ള പട്ടിക നൽകുകയാണെന്ന് അദ്ദേഹം അന്നത് ചെയ്തത്. ഈ ആളുകളെല്ലാം മരിച്ചതിന് ശേഷം ആ കൊടി മുഥന്നയുടെ കയ്യിലെത്തി. അപ്പോഴേക്കും അനേകായിരം ശത്രുപടന്മാരെ വകവരുത്തിയിട്ടുണ്ട്. യുദ്ധം വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശത്രുസേനയിൽ അനേകായിരം ആൾക്കാരെ വധിച്ചിട്ടുണ്ട്. പക്ഷേ മുസ്ലിം സേനയും അതുപോലെ ഛിന്നഭിന്നമായി കഴിഞ്ഞിരുന്നു. ഈ യുദ്ധം ജയിക്കാൻ കഴിയില്ല എന്നുള്ളൊരു മനസ്സാണ് അവർക്ക് അപ്പോഴുള്ളത്. എല്ലാ മനോവീര്യവും നശിച്ചു. ആശകളൊക്കെ തീർന്നു. ആശങ്കകളാണ് ഇപ്പോൾ അവർക്കുള്ളത്. ആ കൂട്ടത്തിൽ പലരും മരണത്തിന് സ്വയം വിട്ടുകൊടുക്കാതെ വീട്ടിലെ ഭാര്യയും മക്കളെയും മനസ്സിൽ ഓർത്തുകൊണ്ട് പിന്തിരിഞ്ഞോടി. സൈന്യത്തിനുള്ളൊരു ഘടന, ആ ഘടനയൊക്കെ താറുമാറായി. അണികളെല്ലാവരും അണികളുടെ രൂപത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അപ്പം തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. നേതാക്കൾ ഒരുപാട് പേര് അവിടെ മരിച്ചു വീണു. എന്നിട്ടും തുടർന്ന് പൊരുതാനുള്ള, തുടർന്ന് യുദ്ധം ചെയ്യാനുള്ള ഒരു അഭിനിവേശം അല്ലെങ്കിൽ ആവേശം അതൊന്നുമല്ല മുഥന്നയെ ആ പതാക എടുക്കാൻ പ്രേരിപ്പിച്ചത്. മറിച്ച് ക്രമമായിട്ട് വ്യവസ്ഥാപിതമായിട്ട് സൈന്യത്തെ പാലത്തിലൂടെ രക്ഷപ്പെടുത്തിയിട്ട് മറുകരയിൽ മടക്കി കൊണ്ടുവരിക, അതിനുള്ള ഉത്കടവും തീവ്രവുമായിട്ടുള്ള ആഗ്രഹമാണ് അതിനെ പ്രേരിപ്പിച്ചത്. ആദ്യം രക്ഷപ്പെടുത്തി അടുത്ത കരയിലേക്ക് കൊണ്ടുവരിക, പിന്നെ കൂടിയാലോചിക്കുക, എന്നിട്ട് യുദ്ധത്തിൻ്റെ പരിപാടികൾ പുനരാവിഷ്കരിക്കുക. ആ ചിന്തയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇന്നത്തെ നിലയിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള സകലമാന പേരും 10,000 പേരും പിന്നെ തിരിച്ചു വരവുണ്ടാവില്ല, നേരെ കാലപുരിക്ക് പോകുന്ന അദ്ദേഹത്തിന് മനസ്സിലായി. ഇങ്ങനെയാണെങ്കിൽ പോലും അബ്ദുല്ല ബിൻ മർത്തദിദ് ദക്കഫി എന്നതിന് തടസ്സമുണ്ടാക്കി.
അദ്ദേഹം പാലം നിർമ്മിച്ച തോണികളിൽ ഒരെണ്ണത്തിനെ വേർപ്പെടുത്തി. എന്നിട്ട് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ, നിങ്ങളുടെ നായകന്മാർ എങ്ങനെയാണ് മരിച്ചത് നിങ്ങൾ കണ്ടതാണല്ലോ. നമ്മുടെ നേതാക്കന്മാരെങ്ങനെ മരിച്ചു നിങ്ങൾ കണ്ടതാണല്ലോ. ആ മരിച്ച അതേ മാർഗത്തിൽ നിങ്ങളും മരണം വരിക്കുക, അല്ലെങ്കിൽ വിജയം നേടുക. മരണം അല്ലെങ്കിൽ വിജയം. തിരിച്ചോടാനുള്ള സമയമല്ലത്. കൂടുതൽ ശക്തിയോടുകൂടി, ആർജിത ബലത്തോടുകൂടി യുദ്ധക്കളത്തിലേക്ക് ചാടി വീണ് പടവെട്ടേണ്ട സമയമാണിത്. മരണം വരിക്കുക അല്ലെങ്കിൽ വിജയം നേടുക. അൽഹംദുലില്ലാഹ്.